വൺ സൈഡ് ലവ് ഭാഗം 1. ക്ലാസ് മുറിയിലിരിക്കുമ്പോൾ ഇൻ്റർവെൽ സമയത്ത് കാണുന്ന ആ മുഖം. ഇടയ്ക്കിടയ്ക്ക് കാണുന്നതുകൊണ്ടാവും അറിയാതെ മനസ്സിലുണ്ടായ പ്രണയം. ഓരോ ദിവസവും ഇൻ്റർവെൽ ആവാൻ കാത്തിരിക്കും. ഇൻ്റർവെൽ ആയില്ലെങ്കിൽ പോലും പഠിപ്പിക്കുന്നതിനിടയിൽ നോട്ടം അതവനെ ആയിരുന്നു. പേരറിയില്ലെങ്കിൽ പോലും കണ്ടു മനസ്സിൽ കയറി. വരാന്തയിലൂടെ നടന്നു പോകുന്നത് അവൻ്റെ ക്ലാസ് മുറിയുടെ മുന്നിലായിരുന്നു. അതൊരു ചമ്മലായിരുന്നു. പക്ഷെ അവൻ എന്നെ അറിയില്ല, എനിക്ക് അവനെ അറിയില്ല. ഒന്ന് സംസാരിക്കണം എന്നും പിന്നെ വഴിയിലൂടെ പോകുമ്പോൾ ഒന്ന് എന്നെ വിളിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതൊരിക്കലും നടക്കാത്ത സ്വപ്നമായിരുന്നു. എൻ്റെ ക്ലാസ്സിലുള്ള പെൺകുട്ടികളോടും അല്ലാതെ അവൻ ഏത് പെൺകുട്ടികളോട് സംസാരിച്ചാൽ മനസ്സിലൊരു കുശുമ്പ് തോന്നും. അവൻ പോലും അറിയാതെ അവനെ സ്നേഹിക്കുന്ന പെൺകുട്ടി അതായിരുന്നു ഞാൻ. സ്കൂളിൻ്റെ പടികൾ ഉച്ചയ്ക്കിറങ്ങുമ്പോൾ അവൻ വരുന്നതൊക്കെ കാണും. അവനെ ഞാൻ നോക്കുന്നുണ്ട്, പക്ഷെ അവൻ എന്നെ നോക്കുന്നില്ല. ചില ദിവസങ്ങളിൽ അവനെ ഓർത്ത് പടിയിന്ന് വീഴാൻ പോയിട്ടുണ്ട്. ഒരേ ക്ലാസ്സിൽ അല്ലാത്തതുകൊണ്ട് ഒരു ദിവസം വന്നോ ഇല്ലയോ എന്നറിയില്ല. വരാന്തയിലൂടെ പോകുമ്പോൾ ആ ക്ലാസ്സിലോട്ട് നോക്കും, ആ മുഖം ഉണ്ടോയെന്ന്. എത്ര പേരുണ്ടെങ്കിലും ആ ഒരു മുഖം മാത്രമേ ഞാൻ കാണുള്ളൂ. പിന്നീടുള്ള ചിന്ത ഇതെങ്ങനെ പറയുമെന്നതായിരുന്നു. പിന്നെ വേറെ പ്രണയമുണ്ടോയെന്നറിയണം എന്നൊക്കെ. അതിനുവേണ്ടി ഫേസ്ബുക്കിൽ അക്കൗണ്ട് നോക്കി. സിംഗിൾ എന്ന് കണ്ടപ്പോൾ ഒരു ആശ്വാസം തോന്നി. അത് ഇനി സത്യമല്ലെങ്കിലോ? അത് ചിന്തിച്ചപ്പോൾ സങ്കടവുമായി. അതൊന്നും ചിന്തിക്കാതെ മുന്നോട്ട് പോകാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം പരീക്ഷ ആയതുകൊണ്ട് ക്ലാസ്സിൽ കുട്ടികൾ മാറി വരും. അവൻ എൻ്റെ കൂടെ ആവാൻ പ്രാർത്ഥിച്ചു. പക്ഷേ പ്രാർത്ഥന ഫലിച്ചില്ല. അവൻ്റെ ക്ലാസ്സിലായിരുന്നു എൻ്റെ റോൾ നമ്പർ. രാവിലെ പരീക്ഷയ്ക്ക് പഠിക്കാൻ മുകളിൽ ബുക്കും വെച്ചുകൊണ്ട് നിന്നാൽ പോലും ആ നോട്ടം എവിടുന്നേലും അവൻ വരുന്നുണ്ടോ എന്നായിരുന്നു. രാവിലെ നേരത്തെ വരുന്ന ചിലരുണ്ടായിരുന്നു. അവരുടെ കൂടെ ആ ക്ലാസ്സിലെ ബെഞ്ചിൽ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ വായിക്കുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് അവൻ്റെ ഇരട്ടപ്പേര് കിട്ടി. പിന്നെയാണ് ക്ലാസ്സിൽ ഭിത്തിയിൽ അവൻ്റെ പേരും ഒരു പെണ്ണിൻ്റെ പേരും എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടത്. അത് കണ്ടപ്പോൾ ചങ്ക് പൊട്ടിപ്പോയി. അതറിയാത്തതായി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതോടെ എൻ്റെ സമാധാനമെല്ലാം പോയി. പരീക്ഷ പേപ്പറിൽ ഒന്നും എഴുതാതെ ഞാൻ ആലോചിച്ചുകൊണ്ട് നടന്നു. അന്ന് വീട്ടിൽ വന്ന് അങ്ങ് കരഞ്ഞു. നഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിച്ചു. ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്ന് മനസ്സിൽ ഉറപ്പിച്ച് എല്ലാം ഉപേക്ഷിച്ചു. എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും അവനെ കാണുമ്പോൾ അറിയാതെ നോക്കിപ്പോകും. അസംബ്ലിയിൽ എത്ര പേരുണ്ടെങ്കിലും ഞാൻ നോക്കുമ്പോൾ കാണുന്നത് അവൻ്റെ മുഖം മാത്രമായിരിക്കും. പിന്നെയാണ് പകുതി സന്തോഷം തരുന്നതാണെങ്കിലും ആ വാർത്ത ഞാൻ അറിഞ്ഞത്. അവൻ ആ പെൺകുട്ടിയോട് ഇഷ്ടമുണ്ടെങ്കിലും അവൾക്ക് ഇഷ്ടമല്ലെന്ന്. അപ്പോൾ എനിക്കൊരു ചാൻസ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ വൺ സൈഡ് ലവ് ചെയ്യുന്ന ഒരാൾക്ക് മറ്റൊരാളോട് വൺ സൈഡ് ലവ്, ഇതിലേതായിരിക്കും വിജയിക്കുക എന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് അവൾ ഒരിക്കലും അവനെ സ്നേഹിക്കല്ലേ എന്ന്. ഒരാൾക്ക് വേണ്ടിയുള്ള ശക്തമായ പ്രാർത്ഥന. ആരോരും അറിയാതെ ഞാൻ മനസ്സിൽ കൊണ്ടു നടന്ന പ്രണയം അത്ര ശക്തമായിരുന്നു. അങ്ങനെ ഇരിക്കെ അവൻ എൻ്റെ സുഹൃത്തായി മാറി. അകലത്ത് നിന്ന് ആ പ്രണയം അടുക്കാൻ തുടങ്ങി. ഞങ്ങൾ തമ്മിൽ പ്രണയങ്ങൾ ചർച്ച ചെയ്തു. അവനെ സ്നേഹിപ്പിക്കാൻ എന്താ വഴിയെന്ന് ഞാൻ അവനോട് തന്നെ ചോദിക്കാൻ തുടങ്ങി. ഒന്നും നടന്നില്ല. പറയാൻ പറ്റാത്തതിൻ്റെ കാരണം അവൻ ഒരാളെ സ്നേഹിക്കുന്നു. അതിന് സഹായം എന്നോട് ചോദിക്കുന്നു. ഒപ്പം അവനോടുള്ള സുഹൃത്ത് ബന്ധം പോകുമോ എന്നൊക്കെ എല്ലാം മറച്ചു വെച്ചു. ഒരിക്കൽ ഞാൻ പറഞ്ഞു ഐ ലവ് യു എന്ന്. അതൊരു തമാശയായി അവൻ വിചാരിച്ചു. അതോടെ അതും പോയി. ക്ലാസ് അവസാനിക്കുന്ന ദിവസം ആരെയും നോക്കിയില്ല. പരീക്ഷ കഴിഞ്ഞ് നോക്കിയത് അവനെ മാത്രമായിരുന്നു. കണ്ടില്ല. ഉള്ളിലെ സങ്കടം മറച്ചുവെച്ച് ബസ് സ്റ്റോപ്പിൽ നിന്നു. അപ്പോഴേക്കും അവിടെ വഴി പോയ ബസ്സിൽ അവൻ്റെ മുഖം ഞാൻ കണ്ടു. പക്ഷേ അവൻ എന്നെ അല്ല നോക്കിയത്, മറ്റാരെയോ. സങ്കടത്തോടെ വീട്ടിലേക്ക് പോന്നു. അന്ന് അവസാനമായി കണ്ടു. പിന്നെ എനിക്ക് അവനെക്കുറിച്ച് അന്വേഷിക്കാനേ സമയം ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ വീടുള്ള സ്ഥലം കണ്ടെത്തി. അവിടെ കൂടെ പോകുന്ന കോളേജ് ദൂരമാണെങ്കിലും അഡ്മിഷൻ മേടിച്ചു. ഇപ്പോഴും ആ മുഖം ഞാൻ തിരയുന്നു. എന്നെങ്കിലും കണ്ടെത്തും. അറിയാതെ